പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും അനുഗുണവും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. അഭിവന്യ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമുക്കറിയാം ബത്തേരി പള്ളി എക്കാലത്തും സഭയിൽ ഒരു പ്രത്യേക സ്ഥാനമുള്ള പള്ളിയാണ്. നമ്മുടെ മലബാർ ഭദ്രാസനം രൂപം കൊണ്ടതിന് ശേഷം പ്രത്യേകിച്ച് അഭിവന്യ തിരുവേനിമാർ താമസിക്കുന്നത് മീനങ്ങാടിയിലാണെങ്കിലും ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നും അങ്കമാലി ഭദ്രാസനത്തിൽ നിന്ന് തന്നെയുള്ള ഭൂരിപക്ഷം ആളുകളടങ്ങുന്ന ഒരു പള്ളി ഇതാണെന്നാണ് ഞാൻ കരുതുന്നത്. 8 നോമ്പ് വളരെ പ്രഗത്ഭമായി നടക്കപ്പെടുന്ന പള്ളി. അഭിവന്യ തിരുമനസ്സുമാർക്ക് എപ്പോഴും പറയുമ്പോൾ മലബാർ ഭദ്രാസനിൽ അഭിനന്ദനകരമായി അവിടെ ദീർഘകാലമായി നമ്മുടെ ബഹുമാനപ്പെട്ട പുതുശ്ശേരി മാത്യൂസ് അച്ഛൻ കോളേജിൽ പഠിപ്പിക്കുകയും ഈ നാട്ടുകാർക്ക് ഇന്ന് ആ നാട്ടിലുള്ള ആളുകളെക്കാൾ കൂടുതൽ സുപരിചിതരുമാണ്. നിങ്ങൾക്കറിയാം, പുതുശ്ശേരി കുടുംബം എത്ര കാലം പഴക്കമുള്ള തറവാടാണെന്ന് ആർക്കും കൃത്യമായി പിടിയില്ല. പുതുശ്ശേരി കുടുംബത്തിൽ പട്ടക്കാരെത്ര ഉണ്ടെന്നറിയാമോ? കാരക്കുന്നം പള്ളിയിലുണ്ട്, അതുപോലെ കുറുപ്പംപടി പള്ളിയിലുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ അപ്പൻ പ്രായം ചെന്ന പട്ടക്കാരനായിരിക്കുമ്പോൾ ഞാൻ വയൽപ്പറമ്പിൽ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ കൂടെ സെക്രട്ടറി ആയിട്ട് സർവ് ചെയ്യുന്ന അവസരമാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ PA പൗലോസ് അച്ഛൻ്റെ വീട് ബാബു പോൾ, റോയ് പോളൊക്കെ തകർക്കുന്നത് അവിടെ തറവാടിനോട് വളരെ അടുത്ത് വെച്ചാണ് അച്ഛന് സാധാരണ റോഡിൽ പോകുമ്പോൾ കാണാറുള്ളത്. ബഹുമാനപ്പെട്ട മാത്യൂസ് അച്ഛൻ അമേരിക്കയിലും അവിടെയുള്ള പുതുശ്ശേരി മറ്റൊരു ഗീവർഗീസ് അച്ഛനും സ്കൂളിൽ പഠിപ്പിക്കുന്ന അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ്റെ മക്കളും അമേരിക്കയിൽ സാധാരണ വിസിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും വളരെ സുപരിചിതരാണ്. വളരെ അധികം പാരമ്പര്യമുള്ള ഒരു കുടുംബം പട്ടക്കാരുടെ. അച്ഛൻ്റെ മൂത്ത സഹോദരൻ ഗീവർഗീസ് സാർ നെടുങ്ങപ്പുറ പള്ളി പുതുശ്ശേരിക്കാരുടെ പള്ളി എന്നാണ് പറയുന്നത്. കുറുപ്പംപടി പള്ളിയിൽ നിന്നും അടുത്തുള്ള പള്ളിയിൽ നിന്നും മാറി സ്ഥാപിക്കപ്പെട്ട പള്ളി. നെടുങ്ങപ്പുറ പള്ളി ഒരു കാലത്ത് അറിഞ്ഞിരുന്നത് പുതുശ്ശേരികളുടെ പള്ളി എന്നാണ്. കാരണം അച്ഛൻ്റെ സഹോദരന്മാരാണ് അതിനെക്കാലത്ത് മുൻകൈയെടുക്കുകയും പ്രവർത്തി ചെയ്തിട്ടുള്ളത്. സൺഡേ സ്കൂൾ പഠിപ്പിക്കുക, അധ്യാപകൻ സ്കൂളിൽ പോലെ തന്നെ വർഗീസ് സാർ പ്രഗത്ഭനായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം തൻ്റെ സഹോദരങ്ങൾ എല്ലാം തന്നെ പള്ളിയോട് വളരെ അറ്റാച്ചഡായിരിക്കുകയും പള്ളിയുടെ നന്മയ്ക്കും ശ്രേയസ്സിനും വേണ്ടി ചുരുങ്ങിയൊരു കാലം കൊണ്ട് നെടുങ്ങാപ്പുറ പള്ളി വളരെ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു പള്ളിയായി മാറി. ഇന്ന് ആളുകൾ അച്ഛനോട് കാണിക്കുന്ന ബഹുമാനം വളരെ ഏറെയാണ്. രോഗശയ്യയിൽ കിടക്കുന്ന ഒരു അച്ഛന് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും അനുഗ്രഹകരമായ ഒരു ശുശ്രൂഷ, അതും അപ്രതീക്ഷിതമായി ഇത്രമാത്രം നമ്മുടെ പിതാക്കന്മാർ ഇടവ മെത്രാപ്പൊലീത്തയോടൊപ്പം ഇവിടെ തന്നെ ജനിച്ചു വളർന്ന അഭിവന്യ അപ്പൻ തിരുമേനി, നമ്മുടെ അതുപോലെ തന്നെ മലബാർ ഭദ്രാസനത്തിൽ ഇവിടെ സർവ് ചെയ്ത് കോഴിക്കോട്ടേക്ക് മാറിപ്പോയിരിക്കുന്ന നമ്മുടെ കൊച്ചു തിരുമേനി, ഈ തിരുമേനിമാരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അച്ഛൻ ഇതുപോലെ ഇത്രയും നിറഞ്ഞ പട്ടക്കാരും ശുശ്രൂഷക്കാരും അടങ്ങുന്ന അച്ഛനോട് നന്ദിപൂർവ്വം ആദരപൂർവ്വം ഈ കന്തിയില ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നതിൽ വളരെയധികം ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധ അമ്മയുടെ കൃപയും ഉണ്ടെന്ന് തന്നെ നാം വിശ്വസിക്കുന്നു. നമുക്കറിയാം, കന്തിയില ഉപ്രശുമ ശുശ്രൂഷകൾ ഏൽക്കുന്ന ആൾക്ക് മാത്രമല്ല, അതിൽ സംബന്ധിക്കുന്ന ആളുകൾക്കും തൈലാഭിഷേകം, ആൾ ജീവിക്കുന്നതിന്, ഒരാൾ മരിക്കുന്നതിന് മുമ്പ് 40 ദിവസം ഇവിടെ നിന്ന് ഇതിൻ്റെ അവസാനം ഈ തൈലം പൂച്ചു പോകുന്നവർക്ക് മറ്റൊരു ഉപ്രശുമ ആവശ്യമില്ലെന്നാണ് സഭ അനുശാസിക്കുന്നത്. അതുകൊണ്ട് ഈ ശുശ്രൂഷ അച്ഛന് മാത്രമല്ല, അതിൽ നിന്നും സംബന്ധിക്കുന്ന ഓരോ വിശ്വാസിക്കും വളരെ പ്രധാനമാണ്. പട്ടക്കാരൻ അർപ്പിക്കുന്ന ബലിയിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അതിപ്രധാനമാണ്. വിശുദ്ധ കുർബാനയിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നാം ദർശിക്കുന്നു. കുരിശിക്കപ്പെട്ടവൻ മാത്രമല്ല. ഒരിക്കൽ അമേരിക്കൻ റെഡ് ഇന്ത്യൻസ്, നിങ്ങൾ കേട്ടിട്ടില്ലേ? അമേരിക്കൻ റെഡ് ഇന്ത്യൻസ് ആദിവാസികൾ, അതേ റെഡിൻ കോളനിയിൽ ഒരു സായിപ്പ് ചെന്ന് അവിടെയുള്ള ആളുകൾക്ക് ഡ്രസ്സും ഭക്ഷണവും എല്ലാം കൊടുക്കാൻ, നമ്മുടെ അനാശാലകളും ബിരുദമന്ദിരത്തിലും കൊടുക്കുന്നത് പോലെ തന്നെ റെഡ് ഇന്ത്യൻ വൃദ്ധനോട് സായിപ്പ് ചോദിച്ചു,
നിന്റെ പട്ടക്കാരൻ നിനക്ക് സംരക്ഷണം തരുന്നുണ്ടോ? നിനക്ക് വല്ല സംഭാവനയും ലഭിക്കാറുണ്ടോ? ഒന്നുമില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. രോഗിയായി കിടക്കുന്ന ആദ്യ റെഡ് ഇന്ത്യൻസ് അദ്ദേഹത്തോട് പറഞ്ഞു, ക്യാൻ യു സീ ഇൻ ടു മൈ സോൾ? എൻ്റെ ആത്മാവ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നോ, ഐ കനോട്ട് സെഡ് ദ ഓൾഡ് മാൻ. കാണാൻ പറ്റുന്നില്ലെന്ന് സായിപ്പ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്നാൽ കർത്തലോഹയിട്ട ലോഹക്കാരൻ എന്നെ മാമോദീസ മുക്കിയ നാൾ മുതൽ നിനക്ക് കാണാമായിരുന്നെങ്കിൽ ഞാൻ ധരിച്ചിരിക്കുന്ന വെള്ളലോഹ ദൈവം തന്നത് കണ്ടേനെ. ഓരോ പ്രാവശ്യവും കർത്തലോഹക്കാരൻ വരുമ്പോഴും എൻ്റെ ക്രിസ്തുവിൻ്റെ ആനന്ദത്തിൽ കഴിയുക എന്നെ ശുദ്ധനാക്കിയ സന്ദർഭം ഞാൻ ഓർക്കുന്നു. അദ്ദേഹം വിശുദ്ധ കുർബാന നൽകുമ്പോൾ ക്രിസ്തുവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് നൽകുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ പുകയും ചുരുട്ടുമുണ്ടല്ലോ, സിഗരറ്റും ചുരുട്ടും, അതുപോലെ തന്നെ പഴയ വസ്ത്രങ്ങളും തരുന്ന ദാനമല്ല കർത്തലോഹ ഇട്ടിരിക്കുന്ന പുരോഹിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. എന്നാൽ കറുത്തലോഹ തരുന്ന അനുഗ്രഹം ജീവിതത്തിൻ്റെ ആത്മാവിൻ്റെ നിർവൃതിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കിടന്ന റെഡ് ഇന്ത്യൻ ആദിവാസി സായിപ്പിനോട് അത് പറഞ്ഞോടെ. സായിപ്പന്മാരും മറ്റുള്ള ആളുകളും ഭൗമികമായ ഒരുപാട് സമ്മാനങ്ങളും ഡിസ്ട്രിബ്യൂഷൻസ് പഴക്കട്ടുന്നുണ്ടല്ലോ. വിശ്വാസിയുടെ ഹൃദയത്തിൽ പട്ടക്കാരൻ കുർബാന തരുമ്പോൾ ആമീൻ 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 എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നില്ലേ? നാം വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ പുറത്തിറങ്ങിയാൽ ഏതു തരത്തിലുള്ള മനുഷ്യരാണെന്ന് കൂടെ നാം ചിന്തിക്കേണ്ടതാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ പാർന്നു വന്നിട്ടുള്ള പട്ടക്കാരൻ, അവരിൽ നാം ഇന്ന് നമ്മുടെ മധ്യേ അവശനും വിഭജനമായി തീർന്ന് വിദ്യാസമ്പന്നനായി റിട്ടയർ ചെയ്ത അനേക ശിഷ്യതകളെ സമ്പാദിച്ചിട്ടുള്ള അച്ഛൻ, അദ്ദേഹത്തിന് വേണ്ടി രോഗശാന്തിക്കും സൗഖ്യത്തിനും തനിക്കും തന്നെ മക്കൾക്കും ദൈവകൃപ ലഭ്യമായി തീരുന്നതിനും നാം എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വിശ്വാസികൾ കൂടിയിരിക്കുന്നത് എത്രയോ അനുഗ്രഹകരമാണ്. ഞാൻ ദീർഘമായി പറയലല്ല. ഈ ശുശ്രൂഷ നിങ്ങൾക്കറിയാം, ഒന്നേ കഴിഞ്ഞിട്ടുള്ളൂ. 4 ശുശ്രൂഷ ഇതിൻ്റെ കൂടെ 4 ക്രമവും കൂടെ നടത്തേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ വളരെ പറയുന്നില്ല. ബഹുമാനപ്പെട്ട അച്ഛൻ ചെമ്മാച്ചനായിരുന്ന കാലം മുതലേ എനിക്കറിവുള്ള ആളാണ്. ലാളിത്യമാണ് തൻ്റെ സ്വഭാവ മഹിമ. ദർശനത്തിൽ മാത്രമല്ല, തങ്ങളെക്കുറിച്ചുള്ള സ്മരണ കൊണ്ടുപോലും മനസ്സിനെ ആത്മഹർഷത്താൽ നിറയ്ക്കാൻ കഴിവുള്ള ആളുകളെ നാം കണ്ടിട്ടില്ലേ? ആത്മീയ ഗുരുക്കൾ നമുക്ക് ഏറെയുണ്ട് ജീവിതത്തിൽ. അങ്ങനെയൊരു ഗുരുവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കിട്ടിയിരിക്കുന്ന സന്ദർഭം ചെറുതാണോ? ഭക്തി ജീവിതം അല്ലെങ്കിൽ ക്രിസ്തീയത്വത്തിൻ്റെ മഹിമ, അത് യേശു ക്രിസ്തുവിൽ നാം കണ്ടിട്ടുള്ള അത്യത്ഭുതകരമായ കൃപ. വിശ്വാസികളുടെ വേദനകളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ബലിയായി അർപ്പിക്കുന്നവരാണ് പട്ടക്കാർ. തൻ്റെ വിശ്വാസികൾക്കായി മുടക്കം കൂടാതെ പ്രാർത്ഥിച്ച് ജീവിച്ച സഭയിലെ പട്ടക്കാർ എത്രമാത്രമാണ്. ആ ദൃശ്യങ്ങളുടെ സാങ്കല്പിക ലോകത്ത് ജീവിച്ച വൈദികരായിരുന്നില്ല അവർ. സാധാരണ ഗ്രാമീണരെ സ്നേഹിച്ച് അവരിലൊരാളായി ജീവിച്ചവർ. ഒരിക്കലും അവരുടെ ദൈവവിളിയുടെ ആത്മാവ് കൈവിട്ടിട്ടില്ലാത്ത സമൂഹം. നമ്മൾ നോക്കും, നമ്മുടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നാം ഈ അവസരത്തെ ചിന്തിക്കേണ്ടതല്ലേ, വാട്ട് കൈൻഡ് ഓഫ് പേഴ്സൺ ഐ ആം ബിഫോർ മൈ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. സ്വന്തം ഇതേപോലുള്ള ശുശ്രൂഷ, മാനസാന്തരത്തിൻ്റെ ശുശ്രൂഷ, രോഗസൗഖ്യത്തിൻ്റെ ശുശ്രൂഷ ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ മാതാവിൻ്റെ പള്ളിയിൽ നിൽക്കുന്ന മനുഷ്യൻ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുന്ന പക്ഷം ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ എരച്ചു കയറുന്ന സ്വന്തം കുറ്റബോധവും പരിവർത്തനവും ഇതേപോലുള്ള ശുശ്രൂഷയിൽ ലഭ്യമാണ്. ബിഷപ്പ് തോമസ് മൂർ എന്ന് നിങ്ങൾ കേട്ട് കാണും. 1637 മുതൽ 1721 വരെ ജീവിച്ച ആംഗ്ലിക്കൻ ആർച്ച് ബിഷപ്പ് തോമസ് മൂർ. അദ്ദേഹം പട്ടക്കാരെ സംബന്ധിച്ച് തൻ്റെ പ്രാർത്ഥനയിൽ സത്യസന്ധനായ ഒരു പ്രതിനിധിയെ ദൈവമേ ഞങ്ങൾക്ക് തരണമേ. പിതാവിൻ്റെ വാത്സല്യം, രക്ഷിതാവിൻ്റെ സ്നേഹം, ഒരു ഇടയൻ്റെ പരിപാലനം,
ഒരു നേതാവിൻ്റെ ധൈര്യം, ഭാരം ചുമപ്പാനുള്ള സന്മനസ്, ഒരു ന്യായാധിപന്റെ കൈ, ഒരു കാവൽക്കാരൻ്റെ ഉണർവുള്ള കണ്ണ്, കപ്പിത്താൻ്റെ നിയന്ത്രണ ശക്തി, മീൻപിടുത്തക്കാരൻ്റെ ക്ഷമ, ദീർഘദർശിയുടെ ആത്മീയ ഉത്തേജനം, ഒരു അധ്യാപകന്റെ അറിവും വിജ്ഞാനവും, രോഗിക്ക് ആശ്വാസം തരുന്ന മനസ്സ്, പ്രതിസന്ധികളിൽ തരളാത്ത മനസ്സ്, ഇത്തരം മേന്മയാണ് ബിഷപ്പ് മൂർ മേൽപ്പെട്ട സ്ഥാനത്ത് നിന്നുകൊണ്ട് വൈദികർക്ക് ഉണ്ടായിരിക്കേണ്ട സൽഗുണങ്ങളെക്കുറിച്ച് നാം ഓർമ്മിക്കുന്നത്. ഇതിനെല്ലാം ഏറെക്കുറെ മതിയായ ബഹുമാനപ്പെട്ട അച്ഛൻ തൻ്റെ വയസ്സ് ചെന്ന ഈ അവസരത്തിൽ തൻ്റെ പ്രാണസഖിയായിട്ടുള്ള ഭാര്യയും കൊച്ചമ്മ അതുപോലെ തൻ്റെ മക്കളുടെ മധ്യേ എല്ലാവരുടെയും മുമ്പായി അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് ഒരനുഗ്രഹം, ആശ്വാസം. അച്ഛന് നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം കൂടി ചേർന്ന ആശ്വാസവും പ്രാർത്ഥനയും തൻ്റെ രോഗസൗഖ്യത്തിനും ദീർഘായുസനും ഒരിക്കൽ കൂടി ദൈവം അവസരം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതര ശുശ്രൂഷകൾ ഇവിടെ ആരംഭിക്കട്ടെ.